ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മരണദോഷങ്ങൾ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഉണ്ടാക്കുമോ ഇല്ലയോ സാമ്പത്തിക തകർച്ച മരണദോഷങ്ങൾ കൊണ്ട്? വ്യക്തമായ കൃത്യമായ ഉത്തരം ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അറിവിലുള്ളത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കാരണം ഈ വീഡിയോ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതായത് മരണദോഷങ്ങൾ കൊണ്ട് കുടുംബ തകർച്ച അല്ലെ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമോ? നമ്മളുടെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നതിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം നമ്മളുടെ പ്രവൃത്തി ദോഷം. അതായത് നമ്മുടെ പ്രവൃത്തി കർമ്മം ചെയ്യാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടും കുടുംബ തകർച്ച ഉണ്ടാകുന്നത്. രണ്ട്, വ്യക്തമായിട്ടുള്ള മറുപടിയാണ് പറയുന്നത്, മരിച്ചവർ നമ്മളൊരിക്കലും ഒരു പരമ്പരയുടെ ഭാഗമാണ്. നമ്മുടെ കുടുംബത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന ആ DNA ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിലെ DNA. നമ്മളൊരു പരമ്പരയുടെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ചെയ്യേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ദൈവാധീനത്തിൻ്റെ ഒരു കുറവുണ്ടാകുക തന്നെ ചെയ്യും. അത് നമ്മളുടെ ജീവിതത്തെ പലപ്പോഴും ബാധിക്കുകയും ചെയ്യാം. ഇതാണ് അത് കറക്റ്റായിട്ടുള്ള എൻ്റെ അറിവിലുള്ള ഉത്തരം ഞാൻ പറയുന്നത്. ഇനി എന്തൊക്കെ ഈ മരിച്ചവർക്ക് വേണ്ടി അല്ലെ മരണദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്. ഒരു വീട്ടിൽ മരണം ഉണ്ടായി, അപ്പോഴാണ് ആളുകൾ മരണദോഷങ്ങൾ ഇന്ന ദിവസം മരിച്ചാൽ ദോഷമുണ്ടോ, ഇന്ന തിഥിയിൽ മരിച്ചാൽ ദോഷമുണ്ടോ എന്നും പറഞ്ഞ് ആളുകൾ ഓടി നടക്കുക. അവിടെ ഇവിടെ എല്ലാം പോയി നോക്കും, പലരും പല അഭിപ്രായം പറയും. ചിലർ പേടിപ്പിക്കും, ചിലർ നല്ല രീതിയിൽ പറയും. അങ്ങനെ പല ഒരു വെപ്രാളത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾ എന്നേക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വ്യക്തമായ എന്ത് ചെയ്യണം, ഇന്ന ദിവസം മരിച്ചാൽ പറഞ്ഞു മാറിപ്പോഴാണ്, ക്ഷമിക്കുക. ഇന്ന ദിവസം മരിച്ചാൽ ദോഷം വരുമോ, അല്ലെ എന്തൊക്കെ ദോഷങ്ങളാണ് ഉള്ളത്? അതിന് ലഘുവായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെ പേടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവരും പറയുന്നതൊക്കെ കേട്ട് പേടിച്ച് നടന്ന് ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ട് ഫലമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അറ്റവും മൂലം കണ്ടിട്ട് ഒന്നിനും പോകരുത്. എല്ലാം അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് മരണദോഷങ്ങൾ, എങ്ങനെയാണ്, എന്താണ് അത്, എങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം ലഘുവായിട്ടുള്ള. അത് ചെയ്തവർക്കൊക്കെ അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇങ്ങനൊരു വീഡിയോ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല, ഞാൻ ഇടത്തില്ല. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആവശ്യമുള്ളവർ അത് ബുക്കിൽ എഴുതിയെടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. എൻ്റെ അറിവുകളാണ് പറയുന്നത് കേട്ടോ. പല ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും അനുസരിച്ച് ഈ ആചാരങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അതൊന്നും തെറ്റും ശരിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അതൊക്കെ അവരവരുടെ ശരികളാകാം. പക്ഷേ എൻ്റെ അറിവിലുള്ള ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാലും മുഴുവൻ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതെല്ലാവരും, കാരണം എല്ലാ വീടുകളിലും മരണം നടക്കുമല്ലോ, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് ഈ മരണദോഷങ്ങളെക്കുറിച്ച്. അപ്പം ഞാൻ അതെല്ലാവർക്കും കൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാണ് ആ പിതൃക്കൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകും, ഒരു സംശയം വേണ്ട. പക്ഷെ അത് മുഴുവൻ കേൾക്കണം. പരിഹാരം അവസാനമായിരിക്കും പറയുന്നത്. അത് ഈ മരണദോഷം എന്താണെന്ന് കേൾക്കണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, മരണദോഷങ്ങൾ കുടുംബ തകർച്ച അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, അത് രണ്ട് രീതിയിൽ നമ്മളെ ബാധിക്കാം. ഒന്ന്, മരണദോഷങ്ങളെക്കാൾ നമ്മളുടെ പ്രവൃത്തി ദോഷമാണ് നമ്മുടെ കുടുംബ തകർച്ചയും നമ്മുടെ സാമ്പത്തിക തകർച്ചയും ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. രണ്ട്, മരിച്ചവർക്ക് വേണ്ടി അവരെ നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു DNA ഭാഗമാണ്, നമ്മുടെ പൂർവികരുടെ DNA ഭാഗമാണ് നമ്മൾ. അപ്പം അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മളിലും ഉണ്ട്. അതുകൊണ്ട് അവരെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ദൈവാധീനക്കുറവുണ്ടാകും. ആ ദൈവാധീനക്കുറവ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പല പ്രതിസന്ധികളും ഉണ്ടാക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ.
സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എന്നുവെച്ചാൽ ഒരു ദിവസം അമ്പലത്തിൽ പോയി ഒരു വഴിപാട് ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്. പറ്റുന്ന പോലെ ആവർത്തിക്കണം. അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അങ്ങനെയുള്ളവർ ചെയ്യുക. അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ ഫോൺ എടുത്ത് നേരെ അങ്ങ് വിളിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറയുന്നത്. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണ്. ആ നിലയിൽ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവശിവ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അറിവുകൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ല തള്ളിക്കളയാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എൻ്റെ അറിവും അനുഭവങ്ങളോ പറഞ്ഞു തരുന്നത് അത് എൻ്റെ സ്വാതന്ത്ര്യം. ഭഗവാനെ സമർപ്പിച്ച് പറയുകയാണ്. എന്തായാലും ഒന്ന് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. മരിച്ചു കഴിയുമ്പോഴല്ല ഇതറിയേണ്ടത്. നിങ്ങളെ അല്ലെ പലരും ചൂഷണം ചെയ്യും, പേടിപ്പിക്കുകയും വലിയ തുകകൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തവർക്കൊന്നും ഫലം ഉണ്ടാകാത്തതായിട്ട് കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ആദ്യം ചെയ്താൽ ഫലമാകും. പിതൃദോഷം അല്ലെ മരണ ദോഷങ്ങൾ കൊണ്ട്, അതായത് പിതൃശാപം, അതായത് മരിച്ചവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട്. വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ അവസാനം പറഞ്ഞുതരാം, ലഘുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മരിച്ചവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ആ പിതൃശാപം ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? സന്താന ദുരിതം, സന്താനങ്ങൾക്കൊരു ഉയർച്ചയില്ലായ്മ, എന്ത് ചെയ്താലും കഴിവൊക്കെ കാണും, പക്ഷെ എന്ത് ചെയ്താലും ഒന്നും രക്ഷപ്പെടാത്തൊരു സാഹചര്യം, സാമ്പത്തികമായിട്ടൊക്കെ. ചിലർക്ക് സന്താന തടസ്സം ഉണ്ടാകാം. പിന്നെ ദുരിതങ്ങൾ, കുടുംബകലഹം, വിവാഹ തടസ്സം, ചിലർക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ദുരിതങ്ങളും കാര്യങ്ങളും. ചിലർക്കൊക്കെ ഈ ഭൂമിയൊക്കെ വിഹിതം കിട്ടിയാൽ പോലും അത് അനുഭവിക്കാൻ പറ്റാതെ വരിക. കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ഇതൊക്കെ ഉണ്ടാകാം. ഇനിയും പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് ചെയ്യണം. 2, നിങ്ങൾ കുടുംബത്തിൽ ആചരിക്കുന്ന ദേവതകളുണ്ടെങ്കിൽ അവരുടെ പ്രീതിയും കൂടെ വേണം. അവരുടെ അപ്രീതി പാടില്ല. ഇപ്പം പല കുടുംബങ്ങളിലും വെച്ചാരാധനയൊക്കെ ഉണ്ടെങ്കിൽ ആ ദേവതകളുടെ അനുഗ്രഹവും കൂടെ വേണം. അവരുടെ അപ്രീതി പാടില്ല. 3, നിങ്ങളുടെ നല്ല രീതിയിലുള്ള കാര്യങ്ങളെ പറയുന്നത് കേട്ടോ. നിങ്ങൾ കുടുംബ ദേവതയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇത്ര ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും. ഇനി ഒരാൾ ജനിക്കുന്നതും മരിക്കുന്നതും കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ആദ്യമേ അറിയുക കേട്ടോ. കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനനവും മരണവും ഉണ്ടാകുന്നത്. ആ ഒരു സത്യം അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും. ഒരു വ്യക്തിയുടെ ജനനവും മരണവും അവൻ്റെ കർമ്മം അനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഓടുന്നു, എൻ്റെ ഓടുമ്പോൾ ആ കിതപ്പല അണപ്പ് വേറൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നത്. ആ ഒരു രഹസ്യം ആദ്യം മനസ്സിലാക്കുക. ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. മരിച്ച സമയത്തെ ഗ്രഹനില നമ്മൾ എടുക്കും. പിന്നെ മരിച്ച നാൾ, ഇത് രണ്ടിനുമാണ് മരിച്ച ഒരു വ്യക്തിയുടെ നമ്മൾ എടുക്കുന്നത്. അതായത് മരണസമയത്തെ ഗ്രഹനില എടുക്കും, മരിച്ച സമയം വെച്ച്, പിന്നെ മരിച്ച നാൾ, അതിനാണ് പ്രാധാന്യം. ഇത്രയും മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി മരണദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വസുപഞ്ചകം എന്ന ദോഷമാണ്. അപ്പോൾ ഈ മരണദോഷത്തെക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒരു മനസ്സിലാക്കാനുള്ള കാര്യം, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി അവരുടെ ഫാദർ മരിച്ചു കഴിഞ്ഞ് ശരിയായ രീതിയിൽ എല്ലാ മരണാനന്തര കർമ്മങ്ങളും ചെയ്തു. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടായതായിട്ടൊരു അനുഭവം എനിക്ക് ഉണ്ട്. അന്ന് മുതലേ ഞാൻ ഈ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കുന്ന ആളാണ്. ഞാൻ ഒരു കാര്യം പ്രാക്ടിക്കലായിട്ടൊരു അനുഭവമുള്ള കാര്യത്തിൻ്റെ പുറകെ ഞാൻ പോകത്തുള്ളൂ, അല്ലാതെ കാര്യത്തിനൊന്നും പുറകെ ഞാൻ പോകത്തില്ല. എനിക്കൊരു ബോധ്യം വരണം. അപ്പം എൻ്റെ ഈ സുഹൃത്തിൻ്റെ അനുഭവം, പിന്നെ വസുപഞ്ചകത്തിൽ മരിച്ച ഒരു വീട്ടിലെ ചില അനുഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് വസുപഞ്ചകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അറിവാണ് പറയുന്നത് കേട്ടോ. അത് തെറ്റോ ശരിയാകാം, എനിക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വസുപഞ്ചക ദോഷം മരണദോഷങ്ങളിൽ ഏറ്റവും വലിയ ദോഷമാണ്, അല്ലെ പ്രധാനപ്പെട്ട ദോഷമാണ്.
ഈ വസുപഞ്ചകം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുന്നത് അവിട്ട നക്ഷത്രം, ചിലർ അവിട്ടം അവസാന പകുതി വട്ടം എടുക്കത്തുള്ളൂ, ചിലർ അവിട്ടം മുഴുവനും എടുക്കും. എന്തു ആയിക്കോട്ടെ, അവിട്ട നക്ഷത്രം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രങ്ങളിൽ മരിച്ചാൽ വസുപഞ്ചകമാണെന്ന് പറയുന്നു. വസുപഞ്ചക ദോഷമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ നക്ഷത്രത്തിൽ മാത്രം മരിച്ചതുകൊണ്ട് വസുപഞ്ചക ദോഷമാകുന്നില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. മറ്റു ചില കാര്യങ്ങളിലൂടെ ഒത്തു വന്നാലേ വസുപഞ്ചകമാകത്തുള്ളൂ. അല്ലാതെ ഈ നക്ഷത്രത്തിൽ മാത്രം മരിച്ചുകൊണ്ട് വസുപഞ്ചക ദോഷമാകത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാൾ മരിക്കുന്നത് അവിട്ടം നക്ഷത്രവും ചൊവ്വാഴ്ച ദിവസവും ഏകാദശി തിഥിയും മരണസമയത്തെ ഗ്രഹനിലയിൽ വൃശ്ചിക ലഗ്നവും കൂടെ ചേർന്ന് വന്നാലേ അത് വസുപഞ്ചകമാകത്തുള്ളൂ. അപ്പോൾ എന്താണ് അവിട്ട നക്ഷത്രം, ചൊവ്വാഴ്ച ദിവസം, ഏകാദശി തിഥി, മരിച്ച സമയത്തെ ഗ്രഹനിലയിൽ വൃശ്ചിക ലഗ്നം, ഈ 4 നിയമങ്ങൾ ഒത്തു വന്നാലേ വസുപഞ്ചകമാകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ വസുപഞ്ചകമാകത്തില്ല. അവിട്ട നാളിൽ മരിച്ചുകൊണ്ട് മാത്രം വസുപഞ്ചകമാകത്തില്ല. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ഭയപ്പെടുത്തിയാലോ നിങ്ങൾക്കറിയാം എന്താണെന്ന്. അല്ലെങ്കിൽ ചുമ്മാ ഈ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ഞാൻ പണ്ട് ഒരു വീഡിയോ ഇട്ടു, പക്ഷേ അത് അധികം ആളുകൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇടുന്നത് ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞപ്പോൾ, ശിവഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം, പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി. ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ട കാര്യം അറിയാറില്ല, ചുമ്മാ പറ്റു വലതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇനിയും ചതയം നക്ഷത്രവും ബുധനാഴ്ച ദിവസവും ദ്വാദശി തിഥിയും ധനു ലഗ്നം, മരിച്ച സമയത്തെ ലഗ്നമാണ്, ഇത്രയും ചേർന്ന് വന്നാലേ വസുപഞ്ചകമാകത്തുള്ളൂ. അല്ലാതെ ചതയം നാൾ മാത്രം വന്നാൽ വസുപഞ്ചകമാകത്തില്ല. ഇനിയും പൂരുട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ച ദിവസവും ത്രയോദശി തിഥിയും മകര ലഗ്നം, മരിച്ച സമയത്തെ ഗ്രഹനിലയിൽ, ഈ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വന്നാലേ വസുപഞ്ചകമാകത്തുള്ളൂ. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ മാത്രം മരിച്ചോട് വസുപഞ്ചകമാകത്തില്ല. ഇനിയും ഉത്രട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ച ദിവസവും ചതുർദശി തിഥിയും കുംഭലഗ്നവും, മരിച്ച സമയത്തെ ഗ്രഹനിലയിൽ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നാലേ വസുപഞ്ചകമാകത്തുള്ളൂ. ഉത്രട്ടാതി മാത്രം മരിച്ചുകൊണ്ട് വസുപഞ്ചകമാകത്തില്ല. ഇനിയും രേവതി നക്ഷത്രവും ശനിയാഴ്ച ദിവസവും വാവും മീനം ലഗ്നം, മരിച്ച സമയത്തെ ഗ്രഹനിലയിൽ, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് വന്നാലേ വസുപഞ്ചകമാകത്തുള്ളൂ. രേവതി നാളിൽ മരിച്ചുകൊണ്ട് മാത്രം വസുപഞ്ചകമാകത്തില്ല. ക്ലിയർ? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ല ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വസുപഞ്ചകം ഇങ്ങനെ കുറേ ഗ്രഹനിലകൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് മരണസമയത്ത്. അതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തിയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ശരിയെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അല്ല ചുമ്മാ ഈ ഒരിക്കലും ശരിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാത്ത കാര്യങ്ങളിൽ മനസ്സിലാക്കി വെറുതെ ഭയപ്പെട്ട് വെറുതെ ലക്ഷ്യങ്ങൾ മുടക്കിയിട്ട് ഒരു കാര്യമില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇനിയും വസുപഞ്ചക ദോഷത്തിൽ ഒരാൾ മരിച്ചെന്ന് വിചാരിക്കുക, എന്തു ചെയ്യണം? അത് പലരോടും ചോദിച്ചു കഴിയുമ്പോൾ പലരും പറയുന്ന പല രീതികളാണ്. പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നിയ, വസ്തുനിഷ്ഠം തോന്നിയ, നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളെ ഫോളോ ചെയ്യുക. ഇപ്പോൾ എൻ്റെ അറിവിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വസുപഞ്ചക ദോഷത്തിൽ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ചു, അതിനെന്തു ചെയ്യണം? കറുകപ്പുല്ല് അല്ലെങ്കിൽ ദർഭ കൊണ്ട് 5 പ്രതിമ ഉണ്ടാക്കി, എന്നുവെച്ചാൽ ഒന്നുകിൽ കറുകപ്പുല്ല് കൊണ്ടോ അല്ലെങ്കിൽ ദർഭ കൊണ്ടോ 5 പ്രതിമ പോലെ ഉണ്ടാക്കി അവയിൽ അപമൃത്യു ദോഷം ആവാഹിക്കണം. അപമൃത്യു ദോഷം ആവാഹിച്ച് അത് ചിതയോട് ചേർത്ത് ദഹിപ്പിക്കണം. പിന്നെ ഒരാൾ മരിച്ചാൽ ചെയ്യുന്ന പോലെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് അതുപോലെ തന്നെ പുല ആചരിക്കണം, അന്നദാനങ്ങൾ പറ്റുവാണെങ്കിൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടുകൾ, അല്ലെങ്കിൽ ഇതിന് ഏറ്റവും നല്ലതായിട്ടുള്ള മറ്റു ചില ക്ഷേത്രത്തിലല്ല, വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം ഒരു തവണയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം ഒരു തവണയെങ്കിലും, അത് കണവനെ കൊണ്ട് പറ്റുവാണെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം ഒരു തവണയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഒരു തവണ മതി. പിന്നെ നിങ്ങൾ തിരുനെല്ലിയിൽ പോയി ബലിയിടുന്നത് വളരെ ഫലമുണ്ടാകും. അതിന് വലിയ പൈസയൊന്നും അതില്ല, അവിടെ ഒന്നും ബലിയുണ്ട്. വയനാട് തിരുനെല്ലി. അപ്പോൾ തിരുനെല്ലി പോയി നിങ്ങൾ ബലി ഇടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ശിവക്ഷേത്രമുണ്ട്, അവിടെ ഒരു നെയ്യ് വിളക്ക് തെളിയിച്ചിട്ടേ അവിടെ തിരുനെല്ലി ബലിയിടാവുള്ളൂ. അവിടെ എന്നും ബലിയുണ്ട്. അത് വ്രതത്തോടു കൂടി പോയി ചെയ്താൽ ഫലം ഉണ്ടാകും. വ്രതമെന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുന്നവരാണ് വ്രതം എടുക്കേണ്ട. മരുന്നൊന്നും കഴിക്കാത്തവരാണ്, ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒരു അസ്ഥിയെല്ലാം ഒഴുക്കി കഴിഞ്ഞ് പോയാൽ മതി, ഒരു കൊല്ലത്തിനുള്ളിൽ പോയാൽ മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. അവിടെ എന്നും ഉണ്ട് ബലി. പോയി നിങ്ങൾ തലേദിവസം വ്രതം എടുക്കാൻ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളൊരു തലേദിവസം വ്രതം എടുക്കണം. എന്നിട്ട് നിങ്ങൾ പോയി ഈ വെളിയിൽ നിന്നും ഭക്ഷണം കഴിവതും കുറയ്ക്കുക. കാണുന്ന കടയിലൊക്കെ കയറി കഴിച്ചു, അതൊന്നും പാടില്ല. നമ്മൾ ഇച്ചിരി ഭക്ഷണമോ ഏത്തപ്പഴമൊക്കെ കൊണ്ടുപോവുക, അത്യാവശ്യം കുടിക്കുന്ന തെറ്റില്ല, വെള്ളമൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ പോയി ആ മഹാദേവൻ്റെ അവിടെ എന്നും ഉണ്ട്, നമുക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്താലും മതി. മഹാദേവൻ്റെ അവിടെ വെളുപ്പിനെ പോയി നെയ്വിളക്കൊക്കെ തെളിയിച്ച ശേഷം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്നു. അവിടെ അവരെ കർമ്മികൾ പറഞ്ഞു തരും എന്തു ചെയ്യണമെന്ന്. അവിടെ ബലിയിടുക. ബലിയിടുമ്പം നിങ്ങൾ ആ പൂർണ്ണ ഒരു 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 സംതൃപ്തിയോടെ നിഷ്കളങ്കമായ മനസ്സോടെ പ്രാർത്ഥിച്ച് ബലിയിടുക. അത് ഫലം ഉണ്ടാവും. പിന്നെ അവിടെ ഉപദേവതകൾക്കൊക്കെ ഒരു ചെറിയ ചില്ലറ കൈ കരുതണം, അതൊക്കെ സമർപ്പിക്കണം, നല്ലതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വർഷത്തിൽ മരിച്ച ആളുടെ മരിച്ച ദിവസം വരുന്ന അന്ന്, മരിച്ച ആളുടെ മരിച്ച മാസം, അതാണ് ഉദ്ദേശിച്ചത്. മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രം വരുന്ന ദിവസം, അത് വർഷത്തിൽ ഒന്നല്ലേ വരത്തുള്ളൂ. അതായത് ഒരാൾ മരിച്ചെന്ന് വെച്ചാൽ മരിച്ച ആളുടെ ആ മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രം വരുന്നതെന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പിതൃപൂജ ചെയ്യുക. അത് തലേദിവസം വ്രതം എടുക്കണം. അന്നും പിതൃപൂജയുടെ അന്നും വ്രതം എടുക്കണം, തലേദിവസവും വ്രതം എടുക്കണം. അപ്പോൾ അത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്താൽ മതി. മരുന്നൊന്നും കഴിക്കുന്നവർ വ്രതം എടുക്കണ്ട. എന്നിട്ട് തലേദിവസം അന്നദാനം ചെയ്യണം. എന്നിട്ട് പിതൃപൂജ ചെയ്യുക. ആ മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രം വരുന്നതെന്ന് ഉറപ്പായിട്ടും ഫലമുണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്തു, പിതൃപ്രീതി ഉണ്ടായിട്ടുണ്ട്. ഇത് അനുഭവത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉറപ്പായിട്ടും ഫലമുണ്ടായ കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനിയും പറയാൻ പോകുന്നത് കരിനാൾ ദോഷത്തെക്കുറിച്ചാണ്. കരിനാൾ അല്ലെങ്കിൽ ബലിനാൾ ദോഷത്തെക്കുറിച്ചാണ്. പുണർദം, വിശാഖം, ചിത്തിര, രേവതി, രോഹിണി, ഉത്രം, തിരുവോണം, കേട്ട ഈ നക്ഷത്രങ്ങൾ വരികയും അതോടൊപ്പം മരിച്ച സമയത്തെ ലഗ്നം സ്ഥിരരാശിയാവുകയും, സ്ഥിരരാശി എന്ന് പറഞ്ഞാൽ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഈ ലഗ്നങ്ങൾ വരിക സ്ഥിരരാശിയാവുകയും മരിച്ച സമയത്തെ ഗ്രഹനിലയിലെ ലഗ്നം സ്ഥിരരാശിയാവുകയും ചെയ്താൽ കരിനാൾ ദോഷം വരുന്നു. ഇനി ഇതിൻ്റെ കൂടെ ചതുർത്ഥി അല്ലെങ്കിൽ ചതുർദശി അല്ലെങ്കിൽ നവമി ഈ തിഥികളിലൂടെ വരികയാണെങ്കിലും അത് കരിനാൾ ദോഷം, ഇതിൻ്റെ കൂടെ കരിനാൾ ദോഷം എന്ന് പറയപ്പെടുന്നു. ഈ കരിനാൾ ദോഷം അതിനെല്ലാം ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും പ്രധാന വസുപഞ്ചകമാണ്, ഏറ്റവും വലിയ ദോഷം. മറ്റു ദോഷങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ചെറിയ ചെറിയ ദോഷങ്ങളാണ്. അതൊക്കെ ഞാൻ അവസാനം വഴിപാടുകൾ അല്ലെ ചെയ്യാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കരിനാൾ ദോഷം. ഇനിയും പറയാൻ പോകുന്നത് പിണ്ടനൂൽ ദോഷത്തെക്കുറിച്ചാണ്. അപ്പോൾ പിണ്ടനൂൽ ദോഷം എന്ന് പറഞ്ഞാൽ ഇനിയും പറയാൻ പോകുന്ന ഈ നക്ഷത്രങ്ങളിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിണ്ടനൂൽ ദോഷം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആ നക്ഷത്രങ്ങൾ പറയാം: കേട്ട, കാർത്തിക, തിരുവാതിര, ഭരണി, ആയില്യം, പൂരം, മൂലം, പൂരാടം, പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിണ്ടനൂൽ ദോഷമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ മരണദോഷങ്ങൾക്ക് പൊതുവായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം, നമ്മളിപ്പം തിരുവല്ലത്ത് പോയി ബലിയിടുന്നു, അതിൻ്റെ കൂടെ ഒരു തിലഹോമം കൂടെ അങ്ങ് ചെയ്യുക, നല്ലതാണ്. തിലഹോമം വളരെ നല്ലതാണ്, പെട്ടെന്ന് പിതൃക്കളുടെ പ്രീതി കിട്ടുന്നതാണ്. പിന്നെ പൊതുവായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, പൊതുവായിട്ട് പറയുന്നതാണ് കേട്ടോ, പൊതുവെ മരണദോഷങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ വെള്ളിയാഴ്ചയും കറുത്തവാവിനും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട് നടത്തണം. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞല്ല അതിനു മുമ്പ് ഈ കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ദേവിക്ക് കടുംബായുസവും ചെമ്പരത്തിമാല അല്ലെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയോ അല്ലെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്തായാലും കടുംബായുസം ചെയ്യണം. അതിൻ്റെ കൂടെ മാല ഉണ്ടെങ്കിൽ ഒരു മാല, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയാണ് നല്ലത്.
അല്ലെങ്കിൽ അവിടെ ഉള്ള മാല വെക്കാം. പിന്നെ ഒരു ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. എന്നിട്ട് കുളത്തിൽ മലര് കൊണ്ട് മീനൂട്ട് ചെയ്യുക. അത് കർത്തവാവിൻ്റെ അന്ന് രാവിലെയും ചെയ്യണം, സാധാ വെള്ളിയാഴ്ചകൾ രാവിലെയും ചെയ്യണം. പെട്ടെന്ന് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. അത് പൊതുവായിട്ട് പറഞ്ഞതാണ്. അത് ഇപ്പം ഈ പിണ്ടനൂൽ ദോഷത്തിന് മാത്രമായിട്ടല്ല, പൊതുവേ ഉള്ള ഏത് മരണദോഷത്തിനും, അതായത് സാധാരണ രീതിയിലുള്ള മരിച്ച പിതൃക്കളുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും വളരെ ഫലം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്ന അകന്നാൾ ദോഷം. അകന്നാൾ ദോഷം എന്ന് പറഞ്ഞാൽ സൂര്യസ്ഥിതി മുതൽ ഉള്ള 4 നക്ഷത്രം അകന്നാളും 3 നക്ഷത്രം പുറന്നാളുമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പം ഈ അഭിജിത്ത് കൂട്ടി എണ്ണുമ്പോൾ മരണ നക്ഷത്രം ഈ അകന്നാളിൽ വന്നു കഴിഞ്ഞാൽ അകന്നാൾ ദോഷം എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു സാധാരണ രീതിയിലുള്ള ചെറിയ ഒരു ദോഷങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളെല്ലാം അവസാനം പറയും. നിങ്ങളിതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, സാമാന്യ വിവരമെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി പറഞ്ഞാണ്. ഇനി പരിഹാരങ്ങൾ അവസാനം പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും കേട്ടിരിക്കണം കേട്ടോ. അവിടെയാണ് ജീവിതം മാറുന്നത്. ഇനിയും പറയുന്നത് ഇരുമാസ ദോഷം. അപ്പോൾ നമ്മൾ വസുവഞ്ചകം പറഞ്ഞു, കരിനാളല്ലേ പെരുന്നാൾ പറഞ്ഞു, പിന്നെ പിണ്ടനൂൽ ദോഷം പറഞ്ഞു, അകന്നാൾ പറഞ്ഞു, ഇനിയും ഇരുമാസ ദോഷം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇരുമാസ ദോഷം എന്ന് പറഞ്ഞാൽ മലയാള മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ അയാളുടെ പിണ്ടക്രിയകളും ഒക്കെ പുലവീടലും ഒക്കെ അടുത്ത മാസത്തേക്ക് നീളുന്നു. അത് ഇരുമാസ ദോഷമായിട്ട് കണക്കാക്കുന്നു കേട്ടോ. അതാണ് ഇരുമാസ ദോഷമായിട്ട് കണക്കാക്കുന്നത്. ഇനിയും ഇരുമാസ ദോഷം ഉണ്ട്. അതോടൊപ്പം ചതുർദശി തിഥിയിൽ കൂടെ മരിക്കുന്നതെങ്കിൽ ചെറിയ ദോഷങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ദോഷങ്ങളല്ല. ഇരുമാസ ദോഷവും ചതുർദശി തിഥിയും കൂടെ മരണം വരികയും കൂടെ ചെയ്യുകയാണെങ്കിൽ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വലിയ ദോഷങ്ങളല്ല, അത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും മരണസമയത്തെ ഗ്രഹനിലയിൽ ലഗ്നത്തിൽ മരിച്ച സമയത്തെ ഗ്രഹനിലയിലെ ലഗ്നത്തിലല്ല ലഗ്നാൽ 4 ഒന്നുകൂടെ പറയാം. ഈ പറയുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പം ചെറിയ ഒരു മാറിപ്പോയെന്നിരിക്കുക. അതുകൊണ്ടാണ് 2 പ്രാവശ്യം പറയുന്നത്. സദയം ക്ഷമിക്കുക. മരണസമയത്തെ മരിച്ച ഗ്രഹനിലയിൽ ലഗ്നാൽ 4 ചൊവ്വ, ശനി, ഗുളികൻ ഈ ഗ്രഹങ്ങൾ വരികയും അതിനോടൊപ്പം ഇരുമാസ ദോഷവും കൂടി വന്നാലും ചെറിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മരിച്ച സമയത്തെ ഗ്രഹനിലയിൽ ലഗ്നാൽ 4 ചൊവ്വ, ശനി, ഗുളികൻ ഈ ഗ്രഹങ്ങൾ വരികയും ഈ ഗ്രഹങ്ങൾ വന്നാൽ മാത്രം ആ ദോഷങ്ങൾ വലിയ വരുന്നില്ല എന്നുള്ളതാണ്. ഇത് വരികയും അതോടൊപ്പം ഇരുമാസ ദോഷം കൂടെ വരുമ്പോൾ ചെറിയ ദോഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. നിർബന്ധമൊന്നുമില്ല. അവനവൻ്റെ ദൈവാധീനവും ഈശ്വരാധീനവും അനുസരിച്ചൊക്കെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. ഈ പറയുന്ന എല്ലാത്തിലും ഇതൊക്കെ സാമാന്യമായിട്ട് പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എല്ലാത്തിനും വേണ്ട നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ അവസാനം പറഞ്ഞുതരാം. ഇനിയും മരിച്ച സമയത്തെ ഗ്രഹനിലയിൽ ലഗ്നാൽ 4 ഗുളികനോ 12 ഗുളികനോ നിൽക്കുകയും വന്നാലും ചെറിയ രീതിയിൽ ചില ദോഷങ്ങൾ ആ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം. നിർബന്ധമില്ല. ചെറിയ കാര്യങ്ങളതല്ല. ഈ മരിച്ച സമയത്തെ ഗ്രഹനിലയുടെ ലഗ്നാൽ 2 ചൊവ്വയും ശനിയും ഗുളികനും യോഗം ചെയ്താലും ഇത്തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാം. നിർബന്ധമൊന്നുമില്ല. ഒരാളുടെ ഈശ്വരാധീനവും മറ്റു കാര്യങ്ങളും ദൈവാധീനവും ഒക്കെ പോലെ അതൊക്കെ മാറിയും മറിഞ്ഞും ഒക്കെ ഇരിക്കും. ചെറിയ സാധ്യതകളാണ് പറയാൻ. നിർബന്ധമൊന്നുമില്ല. മനസ്സിലാക്കിയിരിക്കാൻ പറയുന്നേ ഉള്ളൂ. ഇനിയും പിണ്ടനൂൽ ദോഷവും ഇരുമാസ ദോഷവും 2 കൂടി വരിക. അങ്ങനെ വന്നാലും ചെറിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നും വലിയ സാരമുള്ള ഈ പറഞ്ഞൊന്നും വലിയ സാരമുള്ള കാര്യങ്ങളല്ല. വസുപഞ്ചകം പക്ഷേ ഒരു പ്രധാന ദോഷം തന്നെയാണ്. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മൾ ബാക്കിയുള്ളത് സാരമുള്ളതല്ല എന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തെ ബാധിക്കുന്നതായിട്ട് ചെറിയ രീതിയിലും കണ്ടിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ വഴിപാടുകൾ ചെയ്ത് പോകണം. നന്നായിരിക്കും. അത് ഞാൻ പറയുന്നുണ്ട് അവസാനം കേട്ടോ. വലിയ ദോഷങ്ങളല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. മരണദോഷങ്ങളുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതായത് വർഷത്തിലുള്ള ബലി ഇടണം. കർക്കിടക ബലി എന്തായാലും ഇടണം. അതോടൊപ്പം മരിച്ച മാസം മരിച്ച നക്ഷത്രം വരുന്നതെന്ന് ശിവക്ഷേത്രത്തിൽ
പിതൃപൂജ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തലേ ദിവസം വ്രതത്തോടു കൂടി, വ്രതം എടുക്കാൻ പറ്റുന്നവർ, മരുന്ന് കഴിക്കാത്തവരൊക്കെ, മരുന്ന് കഴിക്കുന്നവരെങ്കിലും വ്രതം എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, പ്രാർത്ഥന മതി. മരുന്നൊന്നും കഴിക്കാത്തവർ, ആരോഗ്യ അനുകൂലമുള്ളവർ തലേദിവസം അന്നദാനം ചെയ്യണം. വ്രതം എടുത്ത് ഈ മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രം വരുന്നതാണ് പിതൃപൂജ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്തോ ഉറപ്പായിട്ടും ഫലം കിട്ടിയ അനുഭവം ഒരുപാടുണ്ട്. അത് വർഷത്തിലൊന്ന് ചെയ്യുക. അനുഭവമുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾ തിരുനെല്ലിയിൽ പോയി വർഷത്തിൽ, അത് അസ്ഥിയൊക്കെ ഒഴുകി കഴിഞ്ഞാൽ മതി, ഒരു വർഷത്തിനുള്ളിൽ പോയി നിങ്ങൾ ബലിയിടുക. അപ്പം ആ തൃശ്ശൂലശ്ശേരി മഹാദേവൻ്റെ അവിടെ നെയ്യ് വിളക്ക് തെളിയിച്ചിട്ട് വേണം തിരുനെല്ലിയിൽ പോയി ബലിയിടാൻ. അത് തിരുനെല്ലി ടെമ്പിളിന് അടുത്ത് തന്നെയാണ്. അതും ഫലം കിട്ടിയതായിട്ട് അനുഭവം ഉള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ മരണാനന്തര ക്രിയകൾ ഓരോരുത്തരുടെ വിശ്വാസവും ഓരോ നാട്ടിലെ ആചാരവും, പിന്നെ നല്ല രീതിയിലുള്ള കർമ്മികളുടെ ദൈവാധീനമുള്ള നല്ല രീതിയിലുള്ള കർമ്മികളുടെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ 16 ദിവസത്തെ ക്രിയകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പുലയൊക്കെ നന്നായിട്ട് ആചരിക്കാൻ ആചരിക്കുക, അതൊക്കെ ഗുണമുണ്ടാവും. പിന്നെ മാസത്തിൽ നിങ്ങൾക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ അത് ആചാര്യനോട് ചോദിച്ചിട്ട് ചെയ്യുക. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, അതും ആചാര്യനോട് ചോദിച്ചിട്ട് മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ നന്നായിരിക്കും. പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് അനുഭവമുള്ള കാര്യമാണ്. എല്ലാ മാസവും കറുത്തവാവ് വരുമല്ലോ. ഈ കറുത്തവാവിൻ്റെ അന്ന് രാവിലെ നിങ്ങൾ കുളിച്ചീറനോടെ വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട്, വെള്ളത്തോടത്താണേലും മതി, കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ എന്ന് ജപിച്ചിട്ട് നിങ്ങൾ ഭഗവാനെ നാരായണ, എൻ്റെ കുടുംബത്തിൽ അച്ഛൻ വഴിയും അമ്മ വഴിയും എല്ലാം മരണപ്പെട്ട അഖില പിതൃക്കൾക്കും വിഷ്ണുപാദത്തിൽ ഈശ്വരമായ സദ്ഗതി സായുജ്യം നൽകുമാറാകണേ എന്ന് ഞാൻ അവർക്കെല്ലാം വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓം നമോ നാരായണായ വാഗുകൊണ്ട് ജപിക്കുക. അതിനുശേഷം പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശ്വര, ഈ എൻ്റെ കുടുംബത്തിലെ മരണപ്പെട്ട അഖില പിതൃക്കൾക്കും, അച്ഛൻ വഴി അമ്മ വഴി എല്ലാം ഉള്ള അഖില പിതൃക്കൾക്കും, പഞ്ചഭൂതങ്ങളാലും മരണപ്പെട്ട എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള അഖില പിതൃക്കൾക്കും, അഖില എന്ന് വെച്ചാൽ മുഴുവൻ പിതൃക്കൾക്കും വിഷ്ണുഭാവത്തിൽ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത് ഈശ്വര എന്ന് പ്രാർത്ഥിക്കുക, ഈശ്വര സദ്ഗതി നൽകണേ, ഈശ്വരമായ സദ്ഗതി നൽകണേ. അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങേ ഞാൻ വിളിക്കുന്നു. ഈശ്വര, അവിടത്തേക്ക് നന്ദി മഹത്വം എന്ന് പറയുക. എൻ്റെ തല തോർത്തുക, വലുതാൽ വെച്ചിറങ്ങുക. ഈ ഒരു കാര്യം നിങ്ങൾ കറുത്തവാവ് തോറും, എല്ലാ മാസവും വരുന്ന കറുത്തവാവിന് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് കറുത്തവാവിൻ്റെ തലേദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അന്നദാനം ചെയ്യുക. ഉറപ്പായിട്ടും പിതൃക്കളുടെ അനുഗ്രഹവും ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. ഇതിനൊക്കെ ഞാനീ പറഞ്ഞ കാര്യമൊന്നും വലിയ ചിലവ് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. അല്ലാതെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മരണദോഷമൊന്നും പറഞ്ഞ് അവിടെ പോവുക ഇവിടെ പോവുക പേടിച്ച് നടക്കുക, ഒരുപാട് ലക്ഷങ്ങൾ മുടക്കുക. പക്ഷെ മുടക്കുന്നവരൊക്കെ മുടക്കിക്കോട്ടെ, അതിനകത്ത് ഞാൻ മുടക്കണമെന്നോ മുടക്കേണ്ടതെന്നോ ഞാൻ പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയുന്നത് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ അതിന് ഉയർച്ച ഉണ്ടായവരുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങളെ മാത്രം എപ്പോഴും ഫോളോ ചെയ്യുക. പിന്നെ ഒരാൾക്ക് ഇത് കേൾക്കണമെന്നോ സ്വീകരിക്കണമെന്നോ അവനവൻ്റെ ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയത്തില്ല. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, എല്ലാവർക്കും തള്ളിക്കളയുക, അല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള വഴിയെ പോകാം. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാനീ പറയുന്നത് ഇവരുടെ നല്ല കാര്യങ്ങൾ ചെയ്തവരെല്ലാം ജീവിതത്തിൽ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു മരിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർ ഓടി നടക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്നത്. ഇനിയും നമ്മൾ മരിച്ച സമയത്ത് എള്ളിട്ട് പൂട്ടൊക്കെ കർമ്മങ്ങൾ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ആ ഈശ്വരനോട്, ഈ ആത്മാവിന് സദ്ഗതി നൽകണ ഈശ്വര എന്നുള്ള പ്രാർത്ഥനയിലാണ് ഫലം വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യും, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മുടെ മനഃശുദ്ധിയോടുള്ള പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോഴാണ് ഈശ്വരമായ സദ്ഗതി ആ ആത്മാവിനുണ്ടാകുന്നത്. അതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് എപ്പോഴും മനുഷ്യന് കരയും, വിഷമം ഉണ്ടാകും, സമ്മതിച്ചു. അത് നമുക്ക് ആ സമയത്ത് ചിലപ്പം കരയായിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പിന്നീട് എപ്പോഴും അവരെക്കുറിച്ച് കരയരുത്. നമ്മൾ ആ മരിച്ച സമയത്തൊക്കെ നമുക്ക് വിഷമം ഉണ്ടാകും മനുഷ്യനാണ്. പക്ഷെ പിന്നീട് നമ്മൾ അവരെക്കുറിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുത്.
അതങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ ഈശ്വരീയമായ സദ്ഗതിക്ക് അത് തടസ്സമുണ്ടാകും. അവർക്ക് ആ ലോകത്തിൽ ഭൂമിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു മുന്നോട്ടുള്ള ഈശ്വരീയമായ സദ്ഗതിക്ക് ഒരു തടസ്സമുണ്ടാകും. ഇതൊക്കെ നമുക്ക് ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവായി ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ സന്തോഷത്തോടെ അവരുടെ സദ്ഗതിക്ക് വേണ്ടി നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, മരിച്ച സമയത്തെ കാര്യം അത് പോട്ടെ, മരിച്ച സമയത്ത് ആ ദിവസത്തെ കാര്യമല്ല, പിന്നീടുള്ള കാര്യം പറയുന്നത്. പിന്നീട് നമ്മൾ അവരെ ചിന്തിച്ച് സന്തോഷത്തോടെ ഈശ്വര അവർക്ക് ഈശ്വരമായ സദ്ഗതി നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. പറ്റുമ്പോഴൊക്കെയും കർത്തവ്യനും പ്രാർത്ഥിക്കുക. അതവർക്ക് ഈശ്വര്യമായ സദ്ഗതി നൽകും. ഞാൻ സത്യമായിട്ടുള്ള എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണ വീട്ടിൽ രാമനാമം ജപിച്ചിരിക്കണം. രാമനാമത്തിന് വളരെ വളരെ ശക്തിയുള്ളതാണ് രാമനാമം. അതിൻ്റെ അകത്ത് നാരായണയിലെ രായും നമശിവായിലെ മായും അത് ശിവനും മഹാവിഷ്ണുവിൻ്റെ ശക്തിയുണ്ട്. രാമമന്ത്രം ജപിച്ചിരിക്കണം ആത്മാവിൽ സദ്ഗതി ലഭിക്കാനും. പിന്നെ ഓം നമോ നാരായണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. പക്ഷേ രാമമന്ത്രം എന്തായാലും അതിൻ്റെ എല്ലാം ഒരു രാമമന്ത്രം കൂടെ ജപിച്ചിരിക്കണം. രാമ 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 രാമ. അത് ആത്മാവിന് ഒരു സദ്ഗതി ഉണ്ടാകുന്നതിനുള്ള പ്രാർത്ഥനയും കൂടെ അതുകൊണ്ടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ഫലമാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ടത്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ പിന്നെ ഈ മരിച്ചവർക്ക് സദ്ഗതി ഉണ്ടാകണമെന്ന് നമ്മൾ ചെയ്യുന്ന അന്നദാനവും ഫലം ഉണ്ടാകും. ആ മരിച്ച ആത്മാവിന് സദ്ഗതി ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഇനിയും പറയുന്നത് ഇത് വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് മരിച്ചു കഴിയുമ്പോൾ ഒരാൾ പ്രധാനമായിട്ട് കർമ്മം ചെയ്യുന്ന ഒരാൾ കാണുമല്ലോ. അയാൾ ചെയ്ത കർമ്മത്തിൽ പാകപ്പഴ ഉണ്ടെങ്കിലും അയാൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയെങ്കിലും അതിനൊക്കെ മനുഷ്യരാണല്ലോ. നമുക്ക് ചിലപ്പോൾ ശരിക്കും ചെയ്യാൻ ചെയ്തപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അപാകതകളൊക്കെ ഉണ്ടായെങ്കിലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി അയാളുടെ കർമ്മം ചെയ്ത ആളുടെ നാളും പേരും പറഞ്ഞ് ശിവന് മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഒരു കൂട് ഭസ്മം, പിന്നെ ഒരു നെയ്വിളക്ക് ഇത് സമർപ്പിച്ച്, നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കടയിൽ നിന്ന് ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് തെളിയിച്ച് വെക്കുക. അത് ഒരു തവണ ചെയ്താൽ മതി. പിന്നെ മാസത്തിൽ ഒരു 2-3 മാസങ്ങൾ അല്ലെങ്കിൽ ഒരു 11 മാസം സാധാ നെയ്വിളക്കും പിന്നെ മൃത്യുഞ്ജയാർച്ചനയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മരിച്ച ആളുടെ നാളും പേരും പറഞ്ഞ് മരിച്ച ആളുടെ അല്ല, സദയം ക്ഷമിക്കുക പറഞ്ഞാൽ തെറ്റിപ്പോയാണ്. മരിച്ച ആളുടെ അല്ല, ഇനി മരിച്ച ആളുമായിട്ട് ബന്ധമില്ല ഈ പറയുന്ന കാര്യത്തിന്. അതായത് കർമ്മം ചെയ്ത ആൾക്ക് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ മാറും. ആ കർമ്മം ചെയ്ത ആളുടെ പേരും നാളും പറഞ്ഞ് ഒന്നുകൂടെ പറയാം, വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, വെളുത്തവാവ് അതായത് കറുത്ത പക്ഷത്തിലെ ഞായർ, വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പ്രധാന കർമ്മം ചെയ്ത ആൾക്ക് എന്തെങ്കിലും പോരായ്മകളോ അപാകതകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ രാവിലെ കർമ്മം ചെയ്ത ആളുടെ പേരും നാളും പറഞ്ഞ് മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഒരു കൂട് ഭസ്മം, പിന്നെ ആദ്യത്തെ ദിവസം ആദ്യമായി ചെയ്യുമ്പം ഒരു ഓട്ടുവിളക്ക് കടയിൽ നിന്ന് മേടിച്ച് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് വെക്കണം. പിന്നെ ഇതൊരു 11 മാസം അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത മാസം ചെയ്യുമ്പോൾ ഓട്ടുവിളക്ക് കടയിൽ നിന്ന് മേടിച്ച് വേണ്ട, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് മതി. ഇതൊന്ന് ആവർത്തിക്കുന്നത് നല്ലതാണ്. അടുപ്പിച്ചൊരു 11 മാസം ചെയ്യുന്നത് നല്ലതാണ്. ഇനി 11 മാസം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്താൽ അത് ഫലമുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനേ എന്നുള്ള മനഃശുദ്ധിയോടെ ചെയ്താൽ ഫലമുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. പക്ഷേ ഈ വീഡിയോ ഒന്നും അധികം ആളുകളൊന്നും കാണത്തില്ല. എന്നിട്ട് ഒരു മരണം നടന്നു കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കുക, സാറേ അതുണ്ടോ ഇതുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഓരോത്തിൻ്റെ പുറകെ ഓടി നടക്കുക, എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പൈസ മുടക്കി ചെയ്യും, ലാസ്റ്റ് എന്നിട്ടും ഫലമില്ലാതെ നടക്കുക. ഇതൊന്നും കാര്യമില്ല. ശരിയായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യം പറയുമ്പോൾ ആരും കേൾക്കത്തില്ല, ആരും നോക്കത്തുള്ളൂ വീഡിയോ. ഇപ്പോൾ ഇത്തരം വീഡിയോ ഒന്നും അധികം ആരും കാണത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കുറച്ച് ആളുകൾക്കെങ്കിലും ഗുണം ഉണ്ടാകട്ടെ എന്ന് എഴുതി എൻ്റെ അറിവുകളാണ് പറഞ്ഞ്. ഇതൊക്കെ പല സ്ഥലങ്ങളിലും പല ആചാര്യന്മാരും ഇതിലൊക്കെ വ്യത്യാസം കാണും. അതൊന്നും തെറ്റും ശരിയുമല്ല, അതൊക്കെ അവരുടേതായ ശരികൾ, അതൊന്നും തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലുമൊക്കെ വ്യത്യാസം കാണും ഇതിലെല്ലാം. ഈ നക്ഷത്രങ്ങൾ പറയുന്നത് പോലെ ആണെങ്കിലും ആചാര്യന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലയിടത്തും കാണും.
അതും അവരവരുടെ ശരിയാണ്, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, എൻ്റെ അറിവാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.